താരത്തിൽ നിന്നും സൂപ്പർ താരത്തിലേക്കുള്ള ചവിട്ടുപടിയിലാണ് ടൊവിനോ. മിന്നൽ മുരളിയും തല്ലുമാലയും, ഇപ്പോഴിതാ ARM എന്ന അജയന്റെ രണ്ടാം മോഷണവും. ടൊവിനോ തന്റെ അവരോഹണത്തിലേക്കുള്ള അടുത്ത പടിയിലേക്ക് കടന്നിരിക്കുന്നു. മുത്തശ്ശിക്കഥകളുടെ മായിക ലോകവും യാഥാർത്ഥ്യവും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നൊരു സിനിമയാണ് നവാഗതനായ ജിതിൻ ലാൽ ഒരുക്കിയിരിക്കുന്നത്. സുജിത് നമ്പ്യാരുടെ തിരക്കഥയിൽ പുതുമുഖമെന്ന തോന്നൽ നൽകാത്ത മേക്കിങ്ങിലൂടെ ജിതിൻ ലാൽ വരവറിയിച്ചിരിക്കുകയാണ്. ചിയോദിക്കാവും അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു നാടിൻ്റെയും കഥയാണ് അജയന്റെ രണ്ടാം മോഷണം. സ്വന്തമായി കാവും പോലീസ് സ്റ്റേഷനുമൊക്കെയുള്ള ആ നാടിന് പറയാൻ ഒരുപാട് കഥകളുമുണ്ട്. ആ കഥകൾക്ക് രണ്ട് ധ്രുവങ്ങളുമുണ്ട്. ഒരറ്റത്ത് നാടിന് അഭിമാനമായി മാറിയ കുഞ്ഞിക്കേളുവെങ്കിൽ മറ്റൊരറ്റത്ത് നാട് പേടിയോടെയും വെറുപ്പോടെയും കാണുന്ന മണിയനാണുള്ളത്. കള്ളൻ മണിയന്റെ കൊച്ചുമകനാണ് അജയൻ. ചരിത്രവും കഥകളും താൻ പോലും അറിയാതെ ചാർത്തിത്തരുന്ന കള്ളൻ എന്ന പട്ടം വേട്ടയാടുന്നവനാണ് അജയൻ. 3 കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. അജയനിൽ നിന്നും മണിയനിലേക്കും കുഞ്ഞിക്കേളുവിലേക്കുമുള്ള യാത്രയാണ് സിനിമ. ആകാശത്തു നിന്നും പൊട്ടിവീണൊരു അത്ഭുത കല്ലിൽ നിന്നുമുണ്ടാക്കിയ വിളക്കിൽ നിന്നുമാണ് അജയന്റെ രണ്ടാം മോഷണത്തിന്റെ കഥ ആരംഭിക്കുന്നത്. അജയന്റെ ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിഗൂഢതകൾ നിറഞ്ഞ, പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചരിത്രത്തിന്റെ അവസാനത്തെ കണ്ണി മാത്രമാണ് അജയൻ. 19-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 90കളിൽ അവസാനിപ്പിക്കുന്നതാണ് സിനിമയുടെ യാത്ര. കുഞ്ഞിക്കേളുവിൽ നിന്നും ആരംഭിച്ച് അജയനിൽ അവസാനിക്കുന്ന യാത്ര. 2 വീരന്മാർക്കുമിടയിലെ സാധാരണക്കാരനായ അജയനാണ് കഥാനായകൻ. തൻ്റെ പൂർവികരെ പോലെ വീരനോ ധീരനോ അല്ല അജയൻ. തൻ്റെ മുത്തച്ഛനാൽ ചാർത്തിക്കിട്ടിയ കള്ളൻ എന്ന പേര് ജീവിതകാലം മുഴുവൻ പേറി നടക്കേണ്ടി വന്നവനാണ് അജയൻ. കാമുകി കളിയായി പോലും കള്ളൻ എന്ന് വിളിക്കുമ്പോൾ മുറിവേൽക്കുന്ന അത്ര ദുർബലനായൊരു പാവത്താൻ. 3 ജീവിതാധ്യായത്തിലൂടെ കഥ പറയുന്ന സിനിമ ടൊവിനോ തോമസ് എന്ന നടൻ്റെയും താരത്തിൻ്റെയും കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളുടെ വേദിയാണ്. തീർത്തും വ്യത്യസ്തരായ 3 കഥാപാത്രങ്ങളെയാണ് ചിത്രത്തിൽ ടൊവിനോ അവതരിപ്പിച്ചിരിക്കുന്നത്. 3 പേരെയും ശരീരഭാഷയിലടക്കം വ്യത്യസ്തമാക്കാൻ ടൊവിനോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ലാർജർ ദാൻ ലൈഫ് കഥാപാത്രമാണ് കുഞ്ഞിക്കേളു. മണിയനാകട്ടെ റഗ്ഡ് ആൻഡ് റസ്റ്റിക് ആയ കഥാപാത്രവും. ഇവർ 2 പേർക്കുമുള്ള അമാനുഷികതയൊന്നുമില്ലാത്ത സാധാ മനുഷ്യനാണ് അജയൻ. 3 കഥാപാത്രവും ഒരുപോലെ ഭദ്രമാണ് ടൊവിനോയിൽ. മണിയനും അജയനുമാണ് സ്ക്രീൻ ഭരിക്കുന്നത്. 2 കഥാപാത്രവും അവതരിപ്പിച്ചിരിക്കുന്നത് ഒരേ നടനാണെന്ന തോന്നൽ പോലും ജനിപ്പിക്കാതെ ടൊവിനോ മനോഹരമായി അജയനും മണിയനുമാകുന്നു. മണിയന്റെ വയലൻസും അജയന്റെ വൾനറബിലിറ്റിയും ഒരുപോലെ ടൊവിനോയിൽ ഭദ്രം. ടൊവിനോ എന്ന താരവും നടനും സംഗമിക്കുന്ന സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. ടൊവിനോയ്ക്കൊപ്പം നിൽക്കുന്നതാണ് സുരഭിയുടെ കഥാപാത്രവും പ്രകടനവും. അജയന്റെയും ലക്ഷ്മിയുടെയും കഥ എന്നതിലുപരിയായി മണിയന്റെയും മാണിക്യത്തിൻ്റെയും കഥയാണ് അജയന്റെ രണ്ടാം മോഷണം. ടൊവിനോ സുരഭി എന്നത് തീർത്തും അസാധാരണമായൊരു കാസ്റ്റിംഗ് ആണ്, പ്രത്യേകിച്ചും ഒരു വാണിജ്യ സിനിമയിൽ. എന്നാൽ സിനിമയിലെ ഏറ്റവും മികച്ച ജോഡിയായി മാറാൻ ഇരുവർക്കും സാധിച്ചിട്ടുണ്ട്. സുരഭിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരിക്കും മാണിക്യം. നവാഗതൻ എന്ന തോന്നൽ നൽകാതെയാണ് ജിതിൻ ലാൽ സിനിമയൊരുക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ചും സംഘട്ടന രംഗങ്ങളിലും മറ്റും. ജോമോൻ ടി ജോണിന്റെ ക്യാമറയും ദിബു നിനാൻ തോമസിന്റെ സംഗീതവും സിനിമയെ അതിഗംഭീരമായി ലിഫ്റ്റ് ചെയ്യുന്നവയാണ്. രണ്ടാം പകുതിയിൽ സിനിമയുടെ ആത്മാവ് പേറുന്നത് ദിബുവിൻ്റെ സംഗീതമാണ്. അതേസമയം അജയന്റെ രണ്ടാം മോഷണം ഗംഭീര സിനിമയിൽ നിന്നും അതിഗംഭീര സിനിമയിലേക്ക് എത്താതെ പോകുന്നതിന് പിന്നിൽ സിനിമയുടെ ലളിതമായ കഥയാണ്. മുത്തശ്ശിക്കഥയിലൂടെ ആരംഭിക്കുന്ന സിനിമ അവസാനം വരെ ഒരു മുത്തശ്ശിക്കഥയുടെ ലാളിത്യമാണ് പുലരുന്നത്. ചിത്രത്തിലെ ട്വിസ്റ്റുകളും ടേണുകളുമെല്ലാം പ്രവചനീയമാണ്. വളരെ രസകരമായൊരു പ്രീമേസ് ഉണ്ടായിട്ടും അതിനെ വേണ്ട വിധത്തിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. തുടക്കത്തിൽ തന്നെ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്നതിൽ പ്രേക്ഷകർക്ക് 2 വിചാരമുണ്ടാകില്ല. കൃത്യമായി അവിടെ തന്നെ സിനിമ ലാൻഡ് ചെയ്യുന്നുമുണ്ട്. 2 മോഷണങ്ങളുടെ കഥ പറയുന്ന സിനിമ 2 പ്രണയങ്ങളുടെ കഥ കൂടി പറയുന്നുണ്ട്. മണിയന്റെയും മാണിക്യത്തിൻ്റെയും പ്രണയവും അജയന്റെയും ലക്ഷ്മിയുടെയും പ്രണയവും. മണിയന്റെയും മാണിക്യത്തിൻ്റെയും പ്രണയം തീവ്രമായൊരു അനുഭവമാണ്. എന്നാൽ അജയന്റെയും ലക്ഷ്മിയുടെയും പ്രണയം ഹൃദയസ്പർശിയാകുന്നില്ല. ടൊവിനോയുടെയും കൃതി ഷെട്ടിയുടെയും കെമിസ്ട്രി വേണ്ട പോലെ വർക്കാകുന്നില്ല. സിനിമയുടെ ലോകവുമായി ചേർന്ന് നിൽക്കാത്തൊരു കാസ്റ്റിംഗ് ആയിരുന്നു കൃതി ഷെട്ടിയുടേത്.
സിനിമ നേരിടുന്ന മറ്റൊരു പ്രശ്നം അനുയോജ്യനായൊരു വില്ലന്റെ അഭാവമാണ്. തലമുറകളാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കഥയിൽ അതിനോളം വലിപ്പമുള്ളൊരു വില്ലൻ ഇല്ല. മികച്ച അഭിനേതാക്കളുണ്ടായിട്ടും ജനറിക് വില്ലന്മാരിൽ നിന്നും ഉയരാൻ തിരക്കഥ അവരെ അനുവദിക്കുന്നില്ല. ഫാന്റസിയുടെയും റിയലിസത്തിൻ്റെയും കൂട്ടിച്ചേരലിലാണ് അജയന്റെ രണ്ടാം മോഷണം മികച്ചു നിൽക്കുന്നത്. സംഘട്ടന രംഗങ്ങളിലും ദൃശ്യമികവിലും ചിത്രം മികച്ചു നിൽക്കുന്നുണ്ട്. വർഷങ്ങൾ ഒരുപാടെടുത്ത് ഒരുക്കിയ സിനിമ സംവിധായകന്റെയും ടീമിന്റെയും അധ്വാനം വെളിപ്പെടുത്തുന്നു. സാങ്കേതിക മികവും പ്രകടനവും ഒരുപോലെ മികച്ചു നിൽക്കുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം.